ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ കണ്ണൂരിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. ബിജെപിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടക്കുന്നത്. തിരുവനന്തപുരത്തും മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള അവിടെ നിന്ന് ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം വലിയ വിവാദങ്ങളാണ് ശിവഗിരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയിലൂടെ ഉയർന്നു വരുന്നത്. മാത്രവുമല്ല, ഒരു വലിയ സമൂഹത്തെ അധിക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവല്ല എന്ന വിവാദ പ്രസ്താവനയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടന്നു വരികയാണ്. ഇപ്പോൾ കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം നടക്കുന്നു. ഈ പ്രതിഷേധത്തിന് ബിജെപി നേതൃത്വം നൽകുകയാണ്. വലിയ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലും വലിയ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, അവിടെ വലിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചിരിക്കുകയാണല്ലോ. ഇനിയും പ്രതിഷേധ പരിപാടികൾ അവിടെ നീളുമോ? മറ്റ് വിശദ വിവരങ്ങളും കൂടി. ദേവിക ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവല്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത്. കണ്ണൂർ താളിക്കാവിൽ നിന്ന് പ്രതിഷേധ പ്രകടനമായി എത്തിയ മാർച്ച് ഇവിടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുകയായിരുന്നു. തുടർന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം പ്രവർത്തകർ കത്തിക്കുകയായിരുന്നു. ഈ വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചത്. മാത്രമല്ല, നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം വിഷയങ്ങൾ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായിരിക്കുന്നു എന്നൊരു വിമർശനം കൂടി ബിജെപി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതൊരു വരും ദിവസങ്ങളിലെ പ്രതിഷേധത്തിന് മുന്നോടിയായിട്ടുള്ളൊരു സാമ്പിൾ പ്രതിഷേധം എന്ന ഒരു രീതിയിൽ തന്നെയാണ് ബിജെപി നേതൃത്വം പറയുന്നത്. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ദേവിക, ശരി, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക കൂടി ചേരുകയാണ്. രശ്മി, തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബിജെപിയുടെ നേതൃത്വത്തിൽ അവിടെ ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് അടക്കമുള്ളവർ സന്നിഹിതരാണ്. അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? മറ്റ് വിവരങ്ങളും കൂടി രശ്മി. ദേവിക, സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അരങ്ങേറുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കും എന്നുള്ളതാണ് ബിജെപി അറിയിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ വി രാജേഷ് അടക്കമുള്ള ബിജെപിയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് അല്പസമയത്തിനകം തന്നെ പിണറായി വിജയന്റെ കോലം കത്തിക്കും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായി ശ്രീനാരായണ ഗുരുദേവനെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെയും അപമാനിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്, അതിന്റെ ഭാഗമെന്നുള്ളതാണ് ബിജെപി ആരോപിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദുവല്ലാതാക്കി മാറ്റാൻ പിണറായി വിജയനല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളത് ബിജെപി പറയുന്നുണ്ട്. ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ പതാക വാഹകനാണ്. ഭാരതീയ തത്വസംഹിത ലളിതമായി സാധാരണക്കാർക്ക് പകർന്നു നൽകിയ ഹൈന്ദവ ആചാര്യനാണ് ഗുരു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എന്തറിയാം സനാതനത്വത്തെ കുറിച്ച്? കാരണം അദ്ദേഹം സനാതനത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് കാലാകാലമായ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്ന ഒരു ജീവിത രീതിയെ അദ്ദേഹം അപലപിച്ചത്. സനാതന സംസ്കാരം എന്ന് പറയുന്നത് വർഗീയവാദമാണെന്നും രാജവാഴ്ചയ്ക്ക് കുടപിടിക്കുന്നതാണെന്നും ജാതീയത വളർത്തിക്കൊണ്ടുവരുന്നതാണെന്നും കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ട്, പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കേരളത്തിലെ ജനതയെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച് വിജയിച്ച ഒരു ആധ്യാത്മിക നേതാവ് കൂടിയായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ആ ജന്മസ്ഥലത്ത് ആധ്യാത്മിക കേന്ദ്രത്തിൽ വെച്ച്
പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം ആധ്യാത്മിക നേതാവല്ല, സനാതന സംസ്കാരത്തിന്റെ പ്രതിനിധിയല്ല, അദ്ദേഹം വെറും ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് എന്നാണ്. നാരായണ ഗുരുദേവനെ കുറിച്ച് കേട്ടറിഞ്ഞവർ, നാരായണ ഗുരുദേവനെ വായിച്ചറിഞ്ഞവർ, അദ്ദേഹത്തെ ആത്മാവിൽ ഉൾക്കൊണ്ടവർ, അവർക്ക് ആധ്യാത്മിക സാധനയെ കുറിച്ചറിയാം, സനാതന സംസ്കാരത്തെ കുറിച്ചറിയാം. ആ സനാതന സംസ്കാരം ഇവിടെ ഉദ്ഘോഷിക്കുന്ന നൈതികവും ധാർമ്മികവുമായ മൂല്യങ്ങളെ കുറിച്ചറിയാം. ശ്രീനാരായണ ഗുരുദേവൻ ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത്. കാരണം മനുഷ്യരുടെ ഇടയിൽ ചേരി തിരിവുകളില്ലാതെ വിഭാഗീയതകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന യഥാർത്ഥ സനാതന സംസ്കാരത്തിന്റെ വക്താവായിരുന്നു ഗുരുദേവൻ. അത് വായിച്ചറിയാൻ പറ്റാത്ത ഒരു വിഡ്ഢിയായി, സ്വയം വിഡ്ഢിയായി ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അവിടെ സംസാരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഭാരതീയതയാണ്. അത് കേവലം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല. ഭാരതത്തിൽ ജീവിക്കുന്ന മൂല്യാധിഷ്ഠിതമായ ഒരു കർമ്മ പദ്ധതിയും വലിയ പ്രതിഷേധ പരിപാടികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ശിവഗിരിയിലെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ